എമ്മി, ഗ്രാമി ലോകത്തിലെ തന്നെ പ്രസ്റ്റീജിയസ് പുരസ്കാരങ്ങളാണല്ലോ. ഈ വർഷത്തെ ഗ്രാമി പുരസ്കാര ജേതാക്കളെ നാളെ അറിയാം. എന്നാൽ എന്താണ് ഈ ഗ്രാമി അവാർഡ്? ആർക്കാണ് കൊടുക്കുന്നത്? എങ്ങനെയാണ് കൊടുക്കുന്നത്? അതറിയാൻ കുറച്ച് ചരിത്രം അറിയണം. 1920കളിലാണ് ചലച്ചിത്ര മേഖലയിലെ മികച്ച സംഭാവനകൾക്ക് ഓസ്കർ നൽകി തുടങ്ങുന്നത്. 40കളിൽ ടെലിവിഷൻ പ്രതിഭകൾക്കായി എമ്മി പുരസ്കാരവും വന്നു. സംഗീത മേഖലയിലുള്ളവരെ അവഗണിക്കാനാകുമോ? അവർക്കും പുരസ്കാരം ഏർപ്പെടുത്തണമെന്ന ആവശ്യമുയർന്നു. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നവരാണ് ആശയം മുന്നോട്ട് വെച്ചത്. പുരസ്കാരത്തിന് എന്തു പേരിടുമെന്നായി അടുത്ത ചർച്ച. ഫോണോഗ്രാഫ് എന്ന ഉപകരണം കണ്ടുപിടിച്ച തോമസ് എഡിസന്റെ പേരിനോട് സാമ്യമുള്ള എഡ്ഡി എന്നായാലോ എന്നായിരുന്നു ആദ്യ നിർദ്ദേശം. പിന്നീട് മത്സരം സംഘടിപ്പിക്കാമെന്നായി. മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പേർ നിർദ്ദേശിച്ച ഗ്രാമഫോണിന്റെ ചുരുക്കപ്പേരായ ഗ്രാമി അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ 1950 ഗ്രാമി പുരസ്കാരം നിലവിൽ വന്നു. പക്ഷേ 1959 ആദ്യ ഗ്രാമി പുരസ്കാരദാനം നടന്നത്. ആദ്യം സംഗീത മേഖലയിലെ 28 വിഭാഗങ്ങൾക്കായിരുന്നു പുരസ്കാരം. കാലക്രമേണ 100-ലേറെ പുരസ്കാരങ്ങളായി ഉയർന്നു. അപേക്ഷ നൽകുന്നവരിൽ നിന്ന് റെക്കോർഡിംഗ് അക്കാദമിയുടെ വോട്ടിംഗ് പാനൽ തിരഞ്ഞെടുക്കുന്ന പ്രതിഭകൾക്കാണ് പുരസ്കാരം. ഇതുവരെ നടന്ന 65 ഗ്രാമികളിൽ 32 പുരസ്കാരങ്ങൾ നേടിയ ബിയോൺസെയാണ് പട്ടികയിൽ ഒന്നാമത്. അന്തരിച്ച സർ ജോർജ് സോൾട്ടി 31 ഗ്രാമിയുമായി രണ്ടാം സ്ഥാനത്ത്. ഈ വർഷത്തെ ഗ്രാമിയിൽ ഏറ്റവും കൂടുതൽ നോമിനേഷനുകളുമായി അമേരിക്കൻ ഗായിക സിസയാണ് മുന്നിൽ. 7 നോമിനേഷനുകൾ വീതമുള്ള വിക്ടോറിയ മൊനെയും ഫീബി ബ്രിഡ്ജേഴ്സും തൊട്ടുപിന്നിലുണ്ട്. മൈലി സൈറസ്, ജോൺ ബാറ്റിസ്റ്റ്, ജാക്ക് ആന്റനോഫ്, ടൈലർ സ്വിഫ്റ്റ്, ഒലിവിയ റോഡ്രിഗോ, ബ്രാൻഡി ക്ലാർക്ക്, ബോയ് ജീനിയസ് എന്നിവർക്ക് 6 നോമിനേഷനുകളാണ് ഉള്ളത്.